CPM കേന്ദ്ര കമ്മിറ്റി പട്ടികയിലേക്ക് പാർട്ടി കോൺഗ്രസിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ചില മുതിർന്ന നേതാക്കളെ അവഗണിച്ചു എന്ന വിമർശനം ചൂണ്ടിക്കാട്ടി വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് UP മഹാരാഷ്ട്ര ഘടകങ്ങളാണ്. നിലവിലെ പട്ടികയെ ഇരു ഘടകങ്ങളും എതിർത്തതോടുകൂടിയാണ് കാര്യങ്ങൾ വോട്ടെടുപ്പിലേക്ക് നീങ്ങിയിരിക്കുന്നത്. UP സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് ആദ്യം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമവായത്തിലൂടെ തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ള നിർദ്ദേശം പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെച്ചെങ്കിലും വോട്ടെടുപ്പിൻ്റെ നടപടികളിലേക്ക് പാർട്ടി കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി പട്ടികയിൽ ചില മുതിർന്ന നേതാക്കളെ തഴഞ്ഞു എന്ന വിമർശനമാണ് ഇരു ഘടകങ്ങളും ഉയർത്തിയിരിക്കുന്നത്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി മധുരയിൽ നിന്ന് ചേരുന്നുണ്ട്. ദീപക്, ഈ വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്താണ് ദീപക്? റീജിത്ത്, പാർട്ടി ഭരണഘടനയിൽ പാർട്ടിയുടെ മേൽക്കമ്മിറ്റികളെല്ലാം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് നടത്താമെന്ന് പാർട്ടി ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതിലൊന്നിലേറെ അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട നമ്പറുകളിൽ കൂടുതൽ വന്നാൽ, അല്ലെങ്കിൽ പാനലിനെ ആരെങ്കിലും എതിർത്താൽ സ്വാഭാവികമായി ആദ്യം തന്നെ അത് യോജിപ്പോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടി മേൽഘടകം അഭ്യർത്ഥിക്കും. അത്തരത്തിൽ പ്രകാശ് കാരാട്ട് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം ഈ UP ഘടകവും മഹാരാഷ്ട്ര ഘടകവും അതിന് വഴങ്ങുന്നില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത്. വോട്ടെടുപ്പ് പ്രക്രിയ കഴിഞ്ഞു, ഇനിയിപ്പോൾ വോട്ടെണ്ണലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച്. PB നിശ്ചയിച്ച പാനൽ തന്നെ ആയിരിക്കും വിജയിക്കുക എന്നുള്ളതാണ്. കാരണം PB വളരെ ആലോചിച്ചൊരു തീരുമാനമെടുക്കുന്നു. പക്ഷേ അതിനെതിരെ UP ഘടകം അത് പ്രായത്തിൽ മുതിർന്നവരെ പരിഗണിച്ചില്ല, സീനിയോറിറ്റി പരിഗണിക്കാതെയാണ് പട്ടിക എന്ന് പ്രതിഷേധമുയർത്തുന്നു, വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്നു. അത് UP ഘടകം ആവശ്യപ്പെട്ടപ്പോൾ മഹാരാഷ്ട്ര അതിനെ പിന്തുണച്ചു. പ്രത്യേകിച്ച് നമ്മൾ അശോക് ദാവളയുടെ ചില നീക്കങ്ങളെക്കുറിച്ച് ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അശോക് ദാവള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടു. എന്നാൽ അതേസമയത്ത് കേരളത്തിലുള്ള MAB ബേബിക്കായിരുന്നു PBയിൽ സ്വീകാര്യത കിട്ടിയത്. ഈ കാര്യം പ്രകാശ് കാരാട്ട് ഇന്നലെ അവതരിപ്പിക്കുന്നു. പിണറായി വിജയൻ PB അംഗ മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുന്നു. അത് തീരുമാനമായി വരികയും ചെയ്തു. സ്വാഭാവികമായും അതിൻ്റെ ഒരു അനുരണനമായാണോ ഇത്തരത്തിലുള്ള ഒരു വോട്ടെടുപ്പ്? സ്വാഭാവികമായും UPയും മഹാരാഷ്ട്രയും ഒരുമിച്ച് നിന്നാൽ പോലും പ്രതിനിധികളുടെ എണ്ണം കൊണ്ട് പാർട്ടി കോൺഗ്രസിൽ അവരുടെ പാനലിനെ ജയിപ്പിക്കുക എന്നുള്ളത് നടക്കാൻ പോകാത്ത കാര്യമാണ്. കാരണം കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ. അപ്പോൾ പാനൽ വിജയിക്കില്ല എങ്കിൽ പോലും ഒരു മത്സരം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം ഇതിൻ്റെ ലക്ഷ്യം. ഏതായാലും അല്പസമയത്തിനകം വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ള വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുകയാണ്. വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുവെന്നാണ് മനസ്സിലായത്. റിജിത്ത്, ബൽറാം നെടുങ്ങാടിയിലേക്ക് കൂടി പോവുകയാണ്. ബൽറാം, ഈ നേരത്തെ ദീപക് ധർമ്മടം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വോട്ടെടുപ്പിന് ഉള്ളൊരു സാഹചര്യം ഒരുങ്ങിയതിൽ അതിൽ അശോക് ദാവളയുടെ അനുയായികളും മഹാരാഷ്ട്ര ഘടകവും സ്വീകരിക്കുന്ന നിലപാട് അതിൽ ശ്രദ്ധേയമാണ്. നേരത്തെ ബംഗാൾ ഘടകവും അശോക് ദാവളയുടെ പേരിനോട് ഒരു അനുകൂല സമീപനം വെച്ചു പുലർത്തിയതാണ്. ഈ വോട്ടെടുപ്പ് നടന്നാലും അത് നിലവിലുള്ള പട്ടികയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ബൽറാം? റിജിത്ത്, ഇക്കാര്യത്തിൽ കേരള ഘടകത്തിൻ്റെ നിലപാട് എന്തായാലും നിർണായകമാണ്. തമിഴ്നാട് ഘടകത്തിൻ്റെ പിന്തുണയും നിലവിലുള്ള പട്ടികയ്ക്ക് തന്നെയാണ്. കേരളവും എന്നുള്ള ഏറ്റവും കൂടുതൽ സംഖ്യയുള്ള സംസ്ഥാനത്തിൻ്റെ പിന്തുണ എന്നുള്ളത് നിലവിലുള്ള ഈ പട്ടികയ്ക്കൊപ്പമാണ് എന്നത് തന്നെ നിലവിലുള്ള പട്ടികയിൽ കാര്യമായ മാറ്റമുണ്ടാകില്ല എന്ന് കണക്കാക്കാൻ കഴിയും. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളുടെ ഈ വിഷയത്തിലുള്ള നിലപാടും ശ്രദ്ധേയമാകും. ഈ പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഈ 3 സംസ്ഥാനങ്ങൾ ഇതിന് എതിരായിരിക്കും വോട്ട് ചെയ്യുക എന്നാണ് നിലവിൽ കണക്കാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോയിലെ അവർ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ അത്തരത്തിൽ വേണം വിലയിരുത്താൻ. അതേസമയം നടന്നിരിക്കുന്നത് രഹസ്യ വോട്ടെടുപ്പാണ് എന്നുള്ളതും സാഹചര്യം വ്യത്യസ്തമാക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഓരോ അംഗങ്ങളും ചിന്തിക്കുക എന്നുള്ളത് പ്രധാനമാണ്. സംസ്ഥാന ഘടകങ്ങളുടെ ആഹ്വാനം അല്ലെങ്കിൽ സംസ്ഥാന ഘടകങ്ങൾ സ്വീകരിച്ച സമീപനത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് നിലപാടെടുത്താൽ നിലവിലുള്ള പട്ടിക അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടും, അത് അംഗീകരിക്കപ്പെടും എന്ന് ഉറപ്പാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും സാഹചര്യത്തിൽ വോട്ട് ചെയ്യുകയാണെങ്കിലായിരിക്കും പുതിയ ഒരു പാനൽ എന്ന സാഹചര്യം ഉണ്ടാവുക. സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു വോട്ടെടുപ്പിലേക്ക് പോകും സാഹചര്യങ്ങൾ പോകുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രമാണ് സംഭവിക്കാറുള്ളത്. അത്തരത്തിൽ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു 24ാം പാർട്ടി കോൺഗ്രസിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ തുടർച്ചയായാണ് ഈ ഒരു വോട്ടെടുപ്പിനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ആണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ബംഗാൾ ഘടകം അശോക് ദാവളയ്ക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിരുന്നത്. അതിന് കേരള ഘടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഭൂരിഭാഗം അംഗങ്ങളുടെ പിന്തുണ എന്നാൽ MA ബേബിക്ക് തന്നെയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ തീരുമാനമായി മുന്നോട്ട് പോയത്. അതിൽ നിന്നും എതിർപ്പ് ആയി ഈ പാർട്ടി കോൺഗ്രസിൽ എതിർപ്പ് ഉയർന്നിരിക്കുന്നു. വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി വോട്ടെണ്ണൽ നടപടികൾ ആരംഭിച്ചു. അതിന്റെ ഫലമാണ് കാത്തിരിക്കുന്നത്.